അല്ല വൈകുന്നേരം ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന. അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ഡുഗുവിൻ്റെ കൂടാട്ടോ, ഡുഗുവിന് വേണ്ടി മേടിച്ച, പക്ഷേ ഡുഗു ഉപയോഗിക്കണമൊന്നുമില്ല. അപ്പോൾ ഈ സാധനം നമുക്കൊരു ക്രിബാക്കിയാലോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് എനിക്കിങ്ങനെ വന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആയിരിക്കും, ഇത് വേറെ ഉപയോഗമൊന്നുമില്ല, ഇതാണെങ്കിൽ ഒരു പറ്റിയ സെറ്റപ്പുമാണ് ഒരു ക്രിബ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതേ ഇന്ന് ഞാനിരുന്ന് കുറച്ച് LED ലൈറ്റ്സൊക്കെ ഇതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം എങ്ങനെ നമുക്കിത് ട്രാൻസ്ഫോം ചെയ്ത് ഒരു ക്രിബാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് തൊട്ട് അതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇത് ഒത്തിരി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ഈ പുൽക്കൂടൊന്നും കെട്ടി പഠിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം നമുക്ക് ഐഡിയാസ് കുറവാണ് അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. പിന്നെ ബിന്ദു പറഞ്ഞു, ബിന്ദുവും ആ ഐഡിയേനെ സപ്പോർട്ട് ചെയ്തു. അപ്പം ബിന്ദു കുറേ കൂടെ ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരത്തിയുടെ കൂടെ ഒന്ന് ആലോചിച്ച് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കണം ഇത്. അപ്പോൾ ഞാൻ ട്രേഡ്മീന്നൊരു നേറ്റിവിറ്റി സെറ്റ് സെക്കൻഡ് ഹാൻഡ് ആട്ടോ മേടിച്ചു. $40 നല്ല വലുപ്പമുള്ള നേറ്റിവിറ്റി സെറ്റ് മേടിക്കാൻ കിട്ടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ വുഡൻ ചിപ്സ് ഇട്ടു. പിന്നെ പുറത്തൊരു ആർട്ടിഫിഷ്യൽ ടർഫിൻ്റെ ഒരു പീസ് കീറി അതിൻ്റെ ഉള്ളിലിട്ടു. എന്നിട്ട് ആ LED ബൾബെല്ലാം ഉള്ളിൽ സെറ്റ് ചെയ്തു. പിന്നെ 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തു. അങ്ങനെയാട്ടോ ഇപ്പം ഞാൻ ഈ ക്രിബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്പോട്ട് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലത്തെ ഇത് കാണാൻ പറ്റും. സ്പോട്ട് ലൈറ്റ് ഡയറക്റ്റ് ഉണ്ണീഷയുടെ ഇതിലേക്കാണ് അടുപ്പിച്ചേക്കണേ. പിന്നെ പുറത്തും ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം പുൽക്കൂട് റെഡിയായി. ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളി കേട്ടോ കാണാൻ. വീട്ടിൽ വന്ന ഗസ്റ്റൊക്കെ പറഞ്ഞു അടിപൊളി പുൽക്കൂടായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് പുൽക്കൂടായപ്പം ഡുഗുവിൻ്റെ വീടാണ് നഷ്ടപ്പെട്ടത്.